വിവാഹ ദിവസം അടുക്കുംതോറും പലർക്കും നല്ല ടെൻഷൻ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. സംശയം, ആകാംക്ഷ, സമ്മർദ്ദം തുടങ്ങി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് പലരും അനുഭവിക്കുന്നത്. ചുറ്റും എല്ലാവരും ഉണ്ടെങ്കിലും പലർക്കും സ്വന്തം കല്യാണമെന്നോർക്കുമ്പോൾ തന്നെ ടെൻഷൻ കൂടുതലായിരിക്കും. ആ ദിവസം സുന്ദരമായി ഇരിക്കാനും എല്ലാം കൃത്യസമയത്ത് നടക്കാനും പലരും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ അതിനു മുൻപുണ്ടാകുന്ന സമ്മർദ്ദം സ്വാഭാവികമാണ്. എന്നാൽ ഇത് അധികനാൾ പിന്നെയും നിങ്ങളെ പിന്തുടരാതിരിക്കാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1. ആശയവിനിമയം പ്രധാനം. വിവാഹ സമയത്ത് വധുവിനോ അല്ലെങ്കിൽ വരനോ ഉണ്ടാകുന്ന സമ്മർദ്ദം കുറയ്ക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പരസ്പരം സംസാരിച്ചാൽ ഈ പ്രശ്നമില്ലാതാക്കാം. എപ്പോഴും ദമ്പതിമാർ മുൻഗണന നൽകേണ്ടത് ആശയവിനിമയത്തിനായിരിക്കണം. വിവാഹം കഴിഞ്ഞാൽ തങ്ങളുടെ ജീവിതം എങ്ങനെ മാറും എന്നതിനെക്കുറിച്ച് ദമ്പതികൾ എപ്പോഴും ആശങ്കാകുലരാണ്. അതിനാൽ വിവാഹത്തിന് ശേഷം നിങ്ങളുടെ ഇണയുമായി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് വിവാഹത്തെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി പറയാൻ നിങ്ങളുടെ പങ്കാളിയോടൊപ്പം ഇരുന്ന് നിങ്ങളുടെ വികാരങ്ങൾ ചർച്ച ചെയ്യുക. 2. താരതമ്യം ഒഴിവാക്കുക. നിങ്ങളുടെ പ്രതീക്ഷകൾ എപ്പോഴും യാഥാർത്ഥ്യമാകണമെന്നില്ല. ഒരു കരാറിൽ ഒപ്പിടുന്നതിന് മുൻപ് കരാറുകാരനുമായി കൃത്യമായി അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ആ കരാറിൽ പറയാറുണ്ട്. അതുപോലെ വിവാഹത്തിന് മുൻപ് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രതീക്ഷകളെന്ന് പങ്കാളിയോട് വ്യക്തമാക്കുക. കൂടാതെ നിങ്ങളുടെ വിവാഹത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കണം. എപ്പോഴും താരതമ്യം സന്തോഷത്തെ ഇല്ലാതാക്കും. 3. അംഗീകരിക്കാൻ ശ്രമിക്കുക. വിവാഹത്തിന് വരുന്നവരിൽ പലരും പല സ്വഭാവങ്ങളുള്ളവരായിരിക്കും. പലപ്പോഴും വിവാഹ വീട്ടിൽ വെല്ലുവിളി ഉയർത്തുന്ന സ്വഭാവമുള്ള ആരെങ്കിലും കാണും. എല്ലാവരെയും നമുക്ക് മാറ്റാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവരെയെല്ലാം അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അവരുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ അവരെയെല്ലാം അംഗീകരിച്ച് മുന്നോട്ട് പോവുക. 4. വികാരങ്ങളെ മനസ്സിലാക്കുക. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുന്നതുവരെ സമ്മർദ്ദം വളരെ കൂടുതലായിരിക്കും. ഭക്ഷണം, വിവാഹ വസ്ത്രം, മറ്റൊരുക്കങ്ങൾ തുടങ്ങി വിവാഹത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ഏതെങ്കിലും ഒന്ന് പാളിപ്പോയാൽ പലർക്കും ടെൻഷൻ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ തോന്നുന്ന വികാരം കൃത്യമായി മനസ്സിലാക്കണം. വിഷമം അടിച്ചമർത്തിക്കൊണ്ട് ആ പ്രശ്നത്തെ നേരിടാൻ ശ്രമിക്കാതിരിക്കുക. 5. എല്ലാം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കരുത്. ഒരു വിവാഹം ആസൂത്രണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മോശമായ കാര്യം ജോലികൾ മറ്റുള്ളവരെ ചുമതലപ്പെടുത്താതെ എല്ലാം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ദമ്പതികൾ പലപ്പോഴും പെർഫെക്ഷനിസ്റ്റ് കെണിയിൽ വീഴുകയും മറ്റുള്ളവർക്ക് തങ്ങളെപ്പോലെ കൃത്യതയോടെ ജോലികൾ പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് കരുതുകയും ചെയ്യുന്നു. ആരെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെങ്കിൽ അത് നിങ്ങൾക്ക് മികച്ചതാക്കാൻ അവർ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 6. ഒരു ഷെഡ്യൂൾ പിന്തുടരുക. ശാന്തമായ ഉറക്ക സമയം പിന്തുടരുക. കുളിക്കുക, പുസ്തകം വായിക്കുക, സംഗീതം കേൾക്കുക തുടങ്ങിയവയെല്ലാം ചിന്തകളെ ശാന്തമാക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. കൂടാതെ നിങ്ങളുടെ ചിന്തകളെ ശാന്തമാക്കാൻ ധ്യാനം പരിശീലിക്കുക. ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപെങ്കിലും ഗാഡ്ജറ്റുകൾ ഒഴിവാക്കുക. നിങ്ങളുടെ കിടപ്പുമുറിയിൽ സമാധാനവും സ്വകാര്യതയും സൗകര്യവും നിലനിർത്തുക. കിടക്കുന്നതിന് 30 മിനിറ്റ് മുൻപ് എന്തെങ്കിലും കുടിക്കുന്നത് ഒഴിവാക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ 30 മിനിറ്റ് സൂര്യപ്രകാശം കൊള്ളുന്നതും ഗുണം ചെയ്യും. അപ്പോൾ പ്രീ വെഡ്ഡിംഗ് ടെൻഷൻ കുറയ്ക്കാൻ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക.